അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം പിക്സൽ 4a ഒഫീഷ്യലായി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് റൂമേഴ്സ് എല്ലാം കണ്ടിരുന്നെങ്കിൽ പോലും ഇപ്പോഴാണ് ഒഫീഷ്യലായി പിക്സൽ 4a റിലീസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഗൂഗിളിൻ്റെ ബഡ്ജറ്റ് മോഡലായ ഗൂഗിൾ പിക്സൽ 3a കണ്ടിട്ടുള്ളതാണ്. നല്ല അടിപൊളി ക്യാമറ പെർഫോമൻസ് ആണ്. ശരിക്കും ഒരു ബഡ്ജറ്റ് ഫോൺ ആണെങ്കിൽ പോലും ഒരു ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് ആണ് ഗൂഗിൾ പിക്സൽ 3a ഉണ്ടായിരുന്നത്. എങ്കിലും ചില കണ്ടീഷനുകളിൽ, പ്രത്യേകിച്ച് വാം ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ആസ്ട്രൽ ഫോട്ടോഗ്രാഫി എന്ന ഭാഗത്തൊക്കെ വരുമ്പോൾ ഗൂഗിൾ പിക്സൽ 3a ചെറുതായിട്ട് ഫെയിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് മറ്റൊരു കിടിലൻ ഐറ്റം കൂടി ഗൂഗിൾ പുറത്തിറക്കിയിരിക്കുകയാണ്. OnePlusൻ്റെയും iPhone SEയുടെയും ശക്തമായ എതിരാളിയായ ഗൂഗിൾ പിക്സൽ 4a. അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഗൂഗിൾ പിക്സൽ 4a കുറിച്ചുള്ള ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. പിക്സൽ 4യുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമറ തന്നെയാണ്. 12.2 മെഗാ പിക്സൽ 27mm വൈഡ് ആംഗിൾ ലെൻസാണ് ഇതിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത്. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സൽ സെൻസറോട് കൂടിയാണ്. പിന്നെ നമുക്ക് ഈ ഫോണിൽ 4K അൾട്രാ HD വരെ വീഡിയോ എടുക്കാൻ സാധിക്കും. ഒപ്പം ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും എനേബിൾഡ് ആണ്. ഇതുകൊണ്ട് നമുക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പിക്സൽ 4aയിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആസ്ട്രൽ ഫോട്ടോഗ്രാഫി 2.0 കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന പിക്സൽ 3aയിലുള്ള ആസ്ട്രൽ ഫോട്ടോഗ്രാഫിയേക്കാൾ ഒരുപാട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് പിക്സൽ 4aയിലുള്ള ആസ്ട്രൽ ഫോട്ടോഗ്രാഫിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നിറങ്ങുന്ന ഒട്ടുമിക്ക ഫോണുകളിലും 2-3 ക്യാമറകളാണ് ഉള്ളത്. എന്നാൽ പിക്സൽ ഫോണുകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ബാക്കിൽ ഒരു ക്യാമറ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആ ഒരു ക്യാമറ ഉപയോഗിച്ച് തന്നെ പോർട്രേറ്റ് മോഡും അതേപോലെ തന്നെ ആസ്ട്രൽ ഫോട്ടോഗ്രാഫിക്കും വൈഡായിട്ടുള്ള ഫോട്ടോഗ്രാഫിക്കും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ അവസാനം പിക്സൽ ഫോണിൽ ഫുൾ സ്ക്രീൻ പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊണ്ടുവന്നിരിക്കുകയാണ്. 1080p ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് പിക്സൽ 4aയിൽ വരുന്നത്. ഇനി ഡിസ്പ്ലേയുടെ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിക്സൽ 3a ഇറങ്ങിയത് 5.6 ഇഞ്ചിലാണെങ്കിൽ പിക്സൽ 4a ഇറങ്ങുന്നത് 5.81 ഇഞ്ചസിലായിരിക്കും. പിന്നെ സ്ക്രീൻ റിഫ്രഷ് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിക്സൽ 4a വരുന്നത് 60 Hz റിഫ്രഷ് റേറ്റോട് കൂടിയാണ്. നമ്മൾ ഈ അടുത്തായിട്ട് ഇറങ്ങിയ OnePlus നോഡിന് പോലും 90 Hz ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിക്സൽ 4aയുടെ റിഫ്രഷ് റേറ്റ് വളരെ കുറവ് തന്നെയാണ്. ഇന്ന് മിക്ക ഫോണുകളും 90 Hz ഡിസ്പ്ലേയിൽ കൂടുതൽ വരുന്നുണ്ട്. ഇനി പിക്സൽ 4aയുടെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 730 ഒക്ടാ കോർ പ്രോസസ്സറാണ്. ഈ അടുത്തിറങ്ങിയ OnePlus നോഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ OnePlus നോഡ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 765G പ്രോസസ്സറാണ്. വളരെ നല്ല പ്രോസസ്സർ തന്നെയാണ് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ. സ്നാപ്ഡ്രാഗൺ 730 എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് പ്രോസസ്സർ തന്നെയാണ്. 765നേക്കാളും കുറച്ച് പെർഫോമൻസ് കുറവാണെങ്കിൽ പോലും ഒരു ഡീസൻറ്റ് പ്രോസസ്സർ തന്നെയാണ്. പിക്സൽ 4a ഇറങ്ങുകയാണെങ്കിൽ OnePlus നോഡിൻ്റെ സെയിം പ്രോസസ്സർ തന്നെയായിരിക്കും വരിക എന്നാണ് വിചാരിച്ചെങ്കിൽ പോലും 730G ആണ് പിക്സൽ 4aക്ക് കൊടുത്തിട്ടുള്ളത്. എങ്കിലും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. IP67 പ്രൊട്ടക്ഷൻ ഉണ്ട്. മുമ്പ് ഇറങ്ങിയ പിക്സൽ 3aയുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 6GB റാം 64GB ഇൻറ്റേർണൽ ആണെങ്കിൽ ഇപ്പോൾ 6GB റാം 128GB വേരിയൻറ്റിലാണ് ഇറങ്ങുന്നത്. പിക്സൽ 4aയുടെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിക്സൽ 4a നിർമ്മിച്ചിരിക്കുന്നത് ഫുൾ പ്ലാസ്റ്റിക് ബോഡിയിലാണ്. എങ്കിൽ പോലും വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് പിക്സൽ 4aയിലുള്ളത്. നിലവിൽ ഗൂഗിൾ പിക്സൽ 4aയിലുള്ളത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് 10 ആണ്. നിങ്ങൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഗൂഗിൾ പിക്സൽ 4a ഇഷ്ടപ്പെടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഗൂഗിൾ പിക്സൽ 4aയിൽ 3 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് ഗൂഗിൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 13 വരെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ എല്ലാ മാസവും നിങ്ങൾക്ക് സെക്യൂരിറ്റി പാച്ചസ് ലഭിക്കും. ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ഡിസൈനിൽ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡിസൈൻ കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഫോണിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് പിക്സൽ 4aയിൽ ഉള്ളത്. ഇന്ന് ഇറങ്ങുന്ന ഒട്ടുമിക്ക ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഉള്ളത്. പിന്നെ ബാറ്ററി കപ്പാസിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3140 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും എനേബിൾ ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അവസാനമായി പറയാനുള്ളത് പിക്സൽ 4aയുടെ പ്രൈസ് റേഞ്ചിനെ കുറിച്ചാണ്. പിക്സൽ 4a ഇറങ്ങുന്നത് $349. അതായത് ഇവിടുത്തെ ഏകദേശം 26,000 രൂപയിൽ കൂടുതലാണ് വരുന്നത്. ഈ അടുത്തായിട്ട് ഇറങ്ങിയ OnePlus നോഡും ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഇറങ്ങിയത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക ഗൂഗിൾ പിക്സൽ 4a എടുക്കണോ അല്ലെങ്കിൽ OnePlus നോഡ് എടുക്കണോ എന്ന്. ഇത്രയൊക്കെയാണ് ഗൂഗിളിൻ്റെ പിക്സൽ 4a കുറിച്ചുള്ള വിവരങ്ങൾ.
ഇതിൽ നിങ്ങൾക്ക് ഏത് ഫീച്ചറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. ദിസ് ഈസ് അനിഷ് മുഹമ്മദ് സൈനിങ് ഔട്ട്.